ഇപ്പോഴും നമ്മൾ ചിന്ത എന്ന് പറയുന്നത് മുഖ്യമന്ത്രി ആരാകുന്നുള്ളത്. ഭയങ്കര ടെൻഷൻ, ഭയങ്കര ക്യൂരിയോസിറ്റി. കുറേ ദിവസങ്ങളായിട്ട് ഇങ്ങനെ ന്യൂസ് ചാനലിൽ പലതരത്തിലുള്ള ചർച്ചകൾ, അതിന് പുറമെ കുറേ കണ്ടന്റ് ക്രിയേറ്റർ വീഡിയോ ആവും, അല്ലെങ്കിൽ KC ആവും, അല്ലെങ്കിൽ RC ആവും, ആരെങ്കിലും ആയിക്കോട്ടെ എന്നുള്ളത്. നമ്മളെ കാര്യം ഇവിടെ എത്തി എന്നുള്ളത് ചോദിക്കുമ്പോൾ ആർക്കും ഒരു ഉത്തരില്ല. മുഖ്യമന്ത്രി ആകേണ്ടതൊക്കെ അവർ തീരുമാനിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ ഇറങ്ങിയിട്ട് ചെയ്തോ, ഈ ഒരു ക്യൂരിയോസിറ്റി നമ്മൾ ജീവിതത്തിൽ കാണിച്ചില്ലെങ്കിൽ നമ്മൾ എവിടെ എത്തും. പല ആളുകൾ ഈ വീഡിയോ ഒക്കെ വിമർശനമായിട്ട് വരുന്നുണ്ടാവും, പക്ഷേ എനിക്ക് ഐ ഡോണ്ട് കെയർ. പേഴ്സണലി പറയുകയാണെങ്കിൽ നമ്മൾ ഫോക്കസ് ചെയ്യാതെ ഇങ്ങനെയുള്ള ന്യൂസിൻ്റെ ബാക്കിൽ ഓടി നടക്കുമ്പോൾ മറ്റുള്ളവരൊക്കെ അവരവരുടെ ജോലിയിലാണുള്ളത്. നമ്മൾ മാത്രമാണ് ഈ ഒരു ന്യൂസ് വാല്യൂ അല്ലെങ്കിൽ അതിൻ്റെ ബാക്കിൽ കൂടുതലായിട്ട് അറിയണം, ന്യൂസും കാര്യങ്ങളൊക്കെ അറിയണം, പക്ഷെ കൂടുതലായിട്ട് മുഴുകിയിട്ട് ഒന്നിനും പണിക്കൊന്നും പോകാണ്ട് പുറത്തിറങ്ങാണ്ട് വീട്ടിലിരുന്ന് ന്യൂസും വെച്ചിരുന്നിട്ട് അവർക്ക് വ്യൂവേഴ്സിനെ കൂട്ടുകയല്ലാണ്ട് ഇതൊക്കെ പലതരത്തിലുള്ള ഫേക്ക് ന്യൂസസ് അടിച്ചിറക്കിയത് ക്യൂരിയോസിറ്റി ഇങ്ങനെ കൂട്ടി ഇല്ലാത്ത ന്യൂസ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് കൂടുതൽ മീഡിയാസ് നമ്മളെ ശ്രദ്ധ തിരിച്ചു വിടാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള ന്യൂസ് അടിച്ചിറക്കുന്നത്. അപ്പോൾ ഇതിനൊന്നും സമയം കളയാതെ നമ്മളെ പണിയിലെപ്പോഴും മുഴുകുക. ബിസിനസ് ആയിക്കോട്ടെ, ജോലി ആയിക്കോട്ടെ, അതിൻ്റെ ബാക്കിൽ പോകുന്നതിന് പകരം ഇതുപോലുള്ള കാര്യങ്ങൾ ഇന്നും നാളെയും വരും, മറ്റന്നാളും പോകും. പക്ഷെ നമ്മളെ ജീവിതം മാറിയാലേ നമുക്ക് കാര്യമുള്ളൂ. അതുകൊണ്ട് നമ്മളെ ജീവിതം ബെറ്ററാക്കാൻ വേണ്ടി എപ്പോഴും ഓടിക്കൊണ്ടേയിരിക്കുക.